പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും അവസാനത്തെ ക്ലാസ്സിലേക്ക് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ യുദ്ധങ്ങൾ നമ്മൾ പഠിക്കുക. ആരംഭിച്ചാലോ? യെസ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പ്രധാനമായിട്ടും യുദ്ധം വേണ്ടി വരുന്നത് പാകിസ്ഥാനുമായിട്ടും മറ്റൊരു അയൽരാജ്യമായ ചൈനയുമായിട്ടാണ്. ഒരു യുദ്ധത്തിനും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ട്, അനന്തരഫലങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചുറപ്പിക്കുവാനായിട്ട് ശ്രമിക്കും. ഇന്ത്യ ചൈന യുദ്ധം 1962. രണ്ട് കാരണങ്ങളാണ് ഇന്ത്യ ചൈന യുദ്ധത്തിനുണ്ടായത്. ഒന്ന് ടിബറ്റൻ പ്രശ്നം, രണ്ട് അതിർത്തി തർക്കം. അതിൽ ഓരോന്നും നമുക്ക് പരിശോധിക്കാം. എന്താണ് ടിബറ്റൻ പ്രശ്നം? ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ സ്വതന്ത്രമായി നിൽക്കാൻ ആഗ്രഹിച്ച ഒരു രാഷ്ട്രമായിരുന്നു ടിബറ്റ്. ടിബറ്റിലെ പ്രധാന മതമെന്ന് പറയുന്നത് ബുദ്ധമതമാണ്. അതുകൊണ്ട് തന്നെ ഒരു മതരാഷ്ട്രമായിട്ടാണ് ടിബറ്റ് നിലകൊള്ളാൻ ആഗ്രഹിച്ചത്. ടിബറ്റിലെ പ്രധാന മതം ബുദ്ധമതമായതുകൊണ്ട് തന്നെ ബുദ്ധ ഭിക്ഷുക്കളാണ് അവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ടിബറ്റിന്റെ ഭരണത്തലവനായി നിശ്ചയിച്ചത് ബുദ്ധമത സന്യാസിയെയായിരുന്നു. ഓക്കെ. പക്ഷേ ഈ ടിബറ്റ് അങ്ങനെ സ്വതന്ത്രമാകാൻ ചൈന അംഗീകരിച്ചില്ല. ചൈന പറഞ്ഞു ടിബറ്റ് ചൈന എന്ന രാജ്യത്തിന്റെ അധീന ഭൂപ്രദേശമാണ്, സ്വതന്ത്ര രാജ്യമാകാൻ അനുവദിക്കില്ല. 1959 ചൈന ടിബറ്റിനെ ആക്രമിച്ച് ചൈനയുടെ ഭാഗമാക്കി മാറ്റി. 1959 ചൈന ടിബറ്റിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയപ്പോൾ, ആധിപത്യം സ്ഥാപിച്ചപ്പോൾ, ടിബറ്റൻ ജനതയുടെ ആത്മീയ നേതാവായ ദലൈലാമ ചൈനക്കാരുടെ പിടിയിലകപ്പെടാതെ പലായനം ചെയ്തു. അദ്ദേഹം പലായനം ചെയ്ത് ഇന്ത്യയിലെത്തി ഇന്ത്യൻ ഗവൺമെന്റിന്റെ അഭയം തേടി. ഇന്ത്യ ഗവൺമെന്റ് അഭയം നൽകി. ലാസയിലാണ്, അല്ലെ? ലാസയിലാണ് ഭരണം നടത്തിയിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ദലൈലാമയ്ക്ക് ഇന്ത്യ അഭയം നൽകി. ദലൈലാമയ്ക്ക് ഇന്ത്യ അഭയം നൽകിയത് ചൈനയെ ചൊടിപ്പിച്ചു. കാരണം ചൈനയെ സംബന്ധിച്ചിട്ട് ടിബറ്റിന്റെ ജനതയുടെ ആത്മീയ നേതാവ് ദലൈലാമ ചൈനയെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വതന്ത്രമായി നിൽക്കാൻ ആഗ്രഹിച്ചു. അപ്പൊ ചൈന എന്ന ഗവൺമെന്റിന്റെ ശത്രുവായിട്ടാണ് ദലൈലാമയെ അവർ കണ്ടത്. ആ ദലൈലാമയ്ക്ക് ഇന്ത്യ അഭയം നൽകിയത് ചൈനയ്ക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. രണ്ട്, അതിർത്തി തർക്കം. ജമ്മു കശ്മീരിൽ വരുന്ന ലഡാക്ക് മേഖലയിലെ അക്സായ് ചിൻ ഭൂപ്രദേശം ചൈനയുടേതാണെന്നാണ് ചൈന വാദിക്കുന്നത്. ഇന്ത്യ പറയുന്നത് അല്ല, അത് ഇന്ത്യയുടേതാണ്. അതുപോലെ അരുണാചൽ പ്രദേശിലെ പല ഭാഗങ്ങളും ചൈനയുടെ തെക്കൻ ഭൂപ്രദേശത്തിന്റെ ഭാഗമാണ്. ഇപ്പോഴും അരുണാചൽ പ്രദേശിനെ ചൈന പറയുന്നത് ചൈനയുടെ തെക്കൻ സംസ്ഥാനമായിട്ടാണ് പലപ്പോഴും വിശേഷിപ്പിക്കുക. അപ്പോൾ ജമ്മു കാശ്മീരിൽ വരുന്ന ലഡാക്ക് മേഖലയിൽ അക്സായ് ചിൻ ഭൂപ്രദേശവും അരുണാചൽ പ്രദേശിന്റെ ഭാഗങ്ങളും ചൈനയുടേതാണ് എന്ന് ചൈന വാദിക്കുന്നു. ഇന്ത്യ പറഞ്ഞു അല്ല, അത് ഇന്ത്യയുടേതാണ്. അതിന്റെ പേരിലുള്ള അതിർത്തി തർക്കം. ഒരു മുന്നറിയിപ്പും കൂടാതെ 1962 ഒക്ടോബർ മാസം ചൈന ഇന്ത്യയെ ആക്രമിച്ചു. 1962 ഡിസംബറിൽ ചൈന ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അങ്ങനെ ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. എന്താ അതിന്റെ അനന്തരഫലം? ചൈന ഒരു മുന്നറിയിപ്പും കൂടാതെയാണ് ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത്. ഇന്ത്യക്ക് സ്വന്തമാകുമ്പോൾ ഇന്ത്യയുടെ കീഴിലുണ്ടായിരുന്ന അരുണാചൽ പ്രദേശിന്റെ കുറെ ഭാഗങ്ങളും ലഡാക്ക് ഭൂപ്രദേശത്തെ കുറെ ഭൂപ്രദേശങ്ങൾ ആര് കീഴടക്കി? നമ്മുടെ ചൈന ഇങ്ങോട്ട് കീഴടക്കി. ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഇങ്ങോട്ട് കയറി വന്ന് ആക്രമിക്കുകയും കീഴടക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ചൈന 1962 ഡിസംബർ മാസം ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ച് പുതിയൊരു അതിർത്തി നിർണയിച്ചു. ആ അതിർത്തിയാണ് നിലവിൽ എന്ത് പേരിൽ അറിയപ്പെടുക? എന്ത് പേരിൽ അറിയപ്പെടുക? LAC, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. LOC എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക അതിർത്തിയാണ്. LAC എന്ന് പറയുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സൈനിക അതിർത്തിയാണ്, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. അപ്പൊ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ രൂപീകരിക്കാൻ കാരണമായത് ഈ 1962 ചൈനയുടെ ഏകപക്ഷീയമായ യുദ്ധമാണ്. ആ സമയത്ത് പ്രതിരോധ മന്ത്രിയായിരുന്ന VK കൃഷ്ണമേനോൻ ഇതേ തുടർന്ന് രാജിവെച്ചു. കാരണം അദ്ദേഹം പറഞ്ഞു ചൈന ഈ ഭൂപ്രദേശങ്ങൾ ഏകപക്ഷീയമായി ഏറ്റെടുത്തുകൊണ്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അത് കാരണം ഇന്ത്യക്ക് നഷ്ടമുണ്ടായി. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് VK കൃഷ്ണമേനോൻ തന്റെ പ്രതിരോധ മന്ത്രി പദം രാജിവെക്കുകയാണ്.
ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായി പദം വഹിച്ച ആദ്യ മലയാളി കൂടിയാണ് വി.കെ. കൃഷ്ണമേനോൻ. ഓക്കെ അല്ലേ? മറക്കില്ലെന്ന് കരുതിക്കോട്ടെ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ഇന്ത്യ ചൈന യുദ്ധം 1962. രണ്ട് കാരണങ്ങളൊന്ന് ടിബറ്റൻ പ്രശ്നം. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ സ്വതന്ത്രമായി നിൽക്കാൻ ആരംഭിച്ച ദലൈലാമ ആത്മീയ പിതാവായി കണക്കാക്കപ്പെടുന്ന ടിബറ്റ് എന്ന ഭൂപ്രദേശം ചൈനയ്ക്ക് ചൈന പറഞ്ഞു ചൈനയുടെ ഭൂപ്രദേശമാണ്. ടിബറ്റൻസ് എന്ന് പറഞ്ഞു ഞങ്ങൾ സ്വതന്ത്രരാണ്. അത് ചൈന അംഗീകരിച്ചില്ല. 1959 ചൈന ടിബറ്റിനെ ആക്രമിച്ച് ചൈനയുടെ ഭാഗമാക്കി മാറ്റി. തുടർന്ന് ടിബറ്റൻ ജനതയുടെ ആത്മീയ നേതാവായ ദലൈലാമ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയും ഇന്ത്യ അഭയം നൽകുകയും ചെയ്തു. ഇത് ചൈനയെ ചൊടിപ്പിച്ചു. ജമ്മു കാശ്മീരിൽ വരുന്ന ലഡാക്ക് ഭൂപ്രദേശ മേഖലയിലെ അക്സായ് ഭൂപ്രദേശം ചൈനയുടേതാണെന്ന് ചൈന വാദിച്ചു. അല്ല എന്ന് ഇന്ത്യയും. ഇന്നത്തെ അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളും ചൈനയുടേതാണെന്ന് ചൈന, അല്ല എന്ന് ഇന്ത്യ. ചൈന ഏകപക്ഷീയമായി ഒരു മുന്നറിയിപ്പും കൂടാതെ 1962 ഒക്ടോബർ മാസം ഇന്ത്യ ആക്രമിച്ചു. 1962 ഡിസംബർ മാസം ഏകപക്ഷീയമായി ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ കീഴടക്കുകയും വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അന്ന് ചൈന കീഴടക്കിയ ഭൂപ്രദേശങ്ങൾ ഇന്ത്യയും തമ്മിൽ ഒരു സൈനിക അതിർത്തിയാണ് നിലവിലുള്ളത്. അത് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടും? ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന പേരിൽ അറിയപ്പെടും. പ്രതിരോധ മന്ത്രി എന്ന് പറയുന്നത് ആരാണ്? അപ്പോൾ വി.കെ. കൃഷ്ണമേനോനാണ്. ചൈന ഈ ഭൂപ്രദേശങ്ങൾ കീഴടക്കിയതിന് കാരണം തന്റെ കുറ്റമാണ്, താൻ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കുക. അപ്പോൾ ഇന്ത്യ ചൈന യുദ്ധ കാലഘട്ടത്ത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ വി.കെ. കൃഷ്ണമേനോനാണ്. അടുത്ത നമ്മൾ പറയുന്നു ഇന്ത്യ പാക് യുദ്ധം 1965. 1965 ഏപ്രിൽ മാസം ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കാശ്മീർ മേഖലകളിലും പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചു. ഇന്ത്യ തിരിച്ചടിച്ച് ലാഹോർ ഭൂപ്രദേശം വരെ മുന്നേറി. ഐക്യരാഷ്ട്രസഭ ഇടപെട്ട് യുദ്ധം അവസാനിപ്പിച്ചപ്പോൾ ലാഹോർ ഭൂപ്രദേശം വരെ മുന്നേറിയ ഇന്ത്യ ആ ഭൂപ്രദേശങ്ങൾ പാകിസ്ഥാന് തന്നെ വിട്ടുകൊടുത്തു. ഇന്ത്യയുടെ പഴയ അതിർത്തിയിലേക്ക് തിരികെ വന്നു. ഇപ്പോഴും ഇന്ത്യയിലെ പല നയതന്ത്രജ്ഞനും പറയുന്നുണ്ട് അത് തെറ്റായി പോയി. അല്ലായിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് വരുമായിരുന്നില്ല എന്നാണ് പറയുക. എന്തായാലും ഇന്ത്യ തിരിച്ചടിച്ച് ലാഹോർ വരെ മുന്നേറിയെങ്കിലും ഐക്യരാഷ്ട്രസഭയുടെ ഇടപെട്ട് യുദ്ധം അവസാനിപ്പിച്ചതുകൊണ്ട് ലാഹോറിൽ നിന്ന് ഇന്ത്യ പഴയ അതിർത്തി എന്താണോ അവിടേക്ക് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം 1965 യുദ്ധത്തിന് അല്ലെങ്കിൽ അക്രമത്തിന് തുടക്കം കുറിച്ചത് ആരായിരുന്നു? പാകിസ്ഥാനായിരുന്നു. പക്ഷേ അന്തിമമായി ഒരു വിജയം നേടിയത് ഇന്ത്യയാണെന്ന് പറയേണ്ടി വരും. കാരണം ലാഹോർ ഭൂപ്രദേശം വരെ മുന്നേറിയുന്നത് യാഥാർത്ഥ്യമാണ് അല്ലെ? അപ്പോൾ ഓർമ്മിക്കാം, 1965 ഏപ്രിൽ മാസം ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കാശ്മീർ മേഖലയിലും പാകിസ്ഥാൻ ആക്രമണം നടത്തി. ഇന്ത്യ തിരിച്ചടിച്ച് ലാഹോർ വരെ മുന്നേറി. ഐക്യരാഷ്ട്രസഭ ഇടപെട്ട് യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു. 1966 ജനുവരി മാസം 10-ാം തീയതി പാക് പ്രസിഡന്റ് ജനറൽ അയൂബ് ഖാനും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയും തമ്മിൽ സോവിയറ്റ് യൂണിയന്റെ മാധ്യസ്ഥതയിൽ താഷ്കെന്റിൽ വെച്ച് യുദ്ധവിരാമ കരാറിൽ ഒപ്പുവെച്ചു. കൃത്യമായി പറഞ്ഞാൽ 1966 ജനുവരി മാസം 10-ാം തീയതിയാണ് താഷ്കെന്റ് കരാറിൽ ഒപ്പുവെക്കുക. തുടർന്ന് പിറ്റേ ദിവസം താഷ്കെന്റിൽ വെച്ച് ലാൽ ബഹദൂർ ശാസ്ത്രി മരണമടഞ്ഞു. വാർദ്ധക്യ സഹജമായ അസുഖം കാരണം മരണമടഞ്ഞു. ഓക്കെ, മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. 1965 ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഉടമ്പടി ഒപ്പുവെച്ചതെന്ന് 1966 ജനുവരി 10. ആരൊക്കെ തമ്മിൽ? പാക് പ്രസിഡന്റ് ജനറൽ അയൂബ് ഖാനും ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും. ആരാണ് മധ്യസ്ഥത വെച്ചത്? സോവിയറ്റ് യൂണിയൻ. എവിടെ വെച്ച് ഒപ്പുവെച്ചു? താഷ്കെന്റിൽ വെച്ച്. അതുകൊണ്ട് ആ ഉടമ്പടി എന്ത് പേരിൽ അറിയപ്പെടുന്നു? താഷ്കെന്റ് ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുന്നു. ക്ലിയർ ആണ്? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? ഇന്ത്യ പാക് യുദ്ധം 1965. 1965 ഏപ്രിൽ മാസം ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലും തുടർന്ന് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കാശ്മീർ മേഖലയിലും പാകിസ്ഥാൻ ആക്രമണം നടത്തി. ഇന്ത്യ തിരിച്ചടിച്ച് ലാഹോർ വരെ മുന്നേറി. ഐക്യരാഷ്ട്രസഭ ഇടപെട്ട് യുദ്ധം അവസാനിപ്പിച്ചു. ഇന്ത്യ പിടിച്ചടക്കിയ ഭൂപ്രദേശങ്ങൾ പാകിസ്ഥാന് തിരികെ നൽകി. 1966 ജനുവരി 10 പാക് പ്രസിഡന്റ് ജനറൽ അയൂബ് ഖാനും ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും സോവിയറ്റ് യൂണിയന്റെ മാധ്യസ്ഥതയിൽ താഷ്കെന്റ് കരാറിൽ ഒപ്പുവെച്ച് യുദ്ധം അവസാനിപ്പിച്ചു. പിറ്റേ ദിവസം 1966 ജനുവരി 11 ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കെന്റിൽ വെച്ച് മരണമടയുകയും ചെയ്തു. അടുത്ത് പറയുന്നു ഇന്ത്യ പാക് യുദ്ധം 1971. പ്രധാന കാരണം കിഴക്കൻ പാകിസ്ഥാൻ അഥവാ ഇന്നത്തെ ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൽ രൂപപ്പെട്ട സംഭവ വികാസങ്ങൾ. 1970 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ സുൽഫിക്കർ അലി ഭൂട്ടോയുടെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ വിജയിച്ചു. അതായത് ഇന്നത്തെ പാകിസ്ഥാൻ എന്ന രാജ്യത്ത് വിജയിച്ചു.
എന്നാൽ കിഴക്കൻ പാകിസ്ഥാനില് ആര് വിജയിച്ചു? ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് വിജയിച്ചു. ഈ അവാമി ലീഗിന്റെ വിജയം അംഗീകരിക്കുവാൻ ആര് തയ്യാറായില്ല? പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ പീപ്പിൾസ് പാർട്ടി, അതായത് സുൽഫിക്കർ അലി ഭുട്ടോയുടെ നേതൃത്വത്തിലുള്ള പീപ്പിൾസ് പാർട്ടി അംഗീകരിക്കാൻ തയ്യാറായില്ല. തുടർന്ന് പ്രാദേശികമായി അവിടെ ബംഗ്ലാദേശിലെ ജനങ്ങളെ, അപ്പൊ സ്വാഭാവികമായിട്ടും കിഴക്കൻ ബംഗാളിലെ വിജയം അംഗീകരിക്കാത്തതുകൊണ്ട് കിഴക്കൻ ബംഗാൾ, അതായത് ഇന്നത്തെ ബംഗ്ലാദേശിലെ ജനങ്ങൾ പ്രതിഷേധം ആരംഭിച്ചു. ഇതിന് അതിശക്തമായി പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഗവൺമെന്റിന്റെ അധികാരമുള്ള, സൈനികരുടെ അധികാരമുള്ള സുൽഫിക്കർ അലി ഭുട്ടോയുടെ നേതൃത്വത്തിൽ അടിച്ചമർത്താൻ തീരുമാനിച്ചു. അങ്ങനെ ഇന്നത്തെ കിഴക്കൻ ബംഗാളിലെ, അതായത് ബംഗ്ലാദേശിലെ ജനങ്ങൾ പേടിച്ച്, ഭയം കൊണ്ട്, ജീവഹാനി ഭയന്ന ഇന്ത്യയിലേക്ക് അഭയാർത്ഥി പ്രവാഹം ഉണ്ടായി. അഭയാർത്ഥി പ്രവാഹം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അത് ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്, അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ത്യ ഇടപെടാൻ തീരുമാനിച്ചു. ജയപ്രകാശ് നാരായണൻ ആവശ്യപ്പെട്ടു, എന്ത് ചെയ്യണം? കിഴക്കൻ ബംഗാളിലെ ജനങ്ങൾക്ക് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു. മനസ്സിലായോ? അതോടുകൂടിയാണ് ഇന്ത്യ കിഴക്കൻ ബംഗാളിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. അതാണ് നമ്മൾ ഈ സ്ലൈഡിൽ പറയുക, അവാമി ലീഗിന്റെ വിജയം അംഗീകരിക്കുവാൻ സുൽഫിക്കർ അലി ഭുട്ടോ തയ്യാറായില്ല. തുടർന്ന് കിഴക്കൻ പാകിസ്ഥാനിൽ ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചു. 80 ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥികൾ ഇന്ത്യയിൽ പ്രവേശിച്ചു. കിഴക്കൻ പാകിസ്ഥാന്റെ വിമോചനത്തിന് വേണ്ടി ഇന്ത്യ ഇടപെടണമെന്ന് ആരാവശ്യപ്പെട്ടു? ജയപ്രകാശ് നാരായണൻ. അങ്ങനെ ഇന്ത്യൻ സേന കിഴക്കൻ ബംഗാളിലെത്തി. അതേസമയം പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യ ആക്രമിച്ചു. ഇന്ത്യയും അതിശക്തമായി തിരിച്ചടിച്ചു. അപ്പോൾ അവാമി ലീഗിന്റെ വിജയം അംഗീകരിക്കാൻ സുൽഫിക്കർ അലി ഭുട്ടോ തയ്യാറായില്ല. തുടർന്ന് കിഴക്കൻ പാകിസ്ഥാനില് ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചു. 80 ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥികൾ ഇന്ത്യയിൽ പ്രവേശിച്ചു. കിഴക്കൻ പാകിസ്ഥാന്റെ വിമോചനത്തിന് വേണ്ടി ഇന്ത്യ ഇടപെടണമെന്ന് ജയപ്രകാശ് നാരായണൻ ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് 1971 ഡിസംബറിൽ ഇന്ത്യൻ സേന കിഴക്കൻ പാകിസ്ഥാനിൽ പ്രവേശിച്ച് പാകിസ്ഥാൻ സൈന്യത്തെ പരാജയപ്പെടുത്തി. 1972 മുജിബുർ റഹ്മാൻ ബംഗ്ലാദേശിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ബംഗ്ലാദേശ് എന്ന പരമാധികാര രാജ്യം, സ്വതന്ത്ര രാജ്യം നിലവിൽ വരികയും ചെയ്തു. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യം മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു 1971 യുദ്ധം അവസാനിച്ചത്. ഓക്കെ അല്ലെ? 1971 ഡിസംബറിൽ ഇന്ത്യൻ സേന കിഴക്കൻ പാകിസ്ഥാനിൽ പ്രവേശിച്ച് പാകിസ്ഥാൻ സൈന്യത്തെ പരാജയപ്പെടുത്തി. തുടർന്ന് 1972 മുജിബുർ റഹ്മാൻ ബംഗ്ലാദേശിന്റെ ആദ്യ പ്രധാനമന്ത്രിയായി ബംഗ്ലാദേശ് രാജ്യം നിലവിൽ വരികയും ചെയ്തു. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ഇന്ത്യ പാക് യുദ്ധം 1971. പ്രധാന കാരണം കിഴക്കൻ പാകിസ്ഥാൻ അഥവാ ബംഗ്ലാദേശ് രൂപപ്പെട്ട സംഭവ വികാസങ്ങൾ. 1970 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ സുൽഫിക്കർ അലി ഭുട്ടോയുടെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ വിജയിച്ചു. കിഴക്കൻ പാകിസ്ഥാനിൽ ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് വിജയിക്കുകയും ചെയ്തു. അവാമി ലീഗിന്റെ വിജയം അംഗീകരിക്കുവാൻ സുൽഫിക്കർ അലി ഭുട്ടോ തയ്യാറായില്ല. തുടർന്ന് കിഴക്കൻ പാകിസ്ഥാനിൽ ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചു. 80 ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥികൾ ഇന്ത്യയിൽ പ്രവേശിച്ചു. കിഴക്കൻ പാകിസ്ഥാന്റെ വിമോചനത്തിന് വേണ്ടി ഇന്ത്യ ഇടപെടണമെന്ന് ജയപ്രകാശ് നാരായണൻ ആവശ്യപ്പെടുകയും തുടർന്ന് 1971 ഡിസംബറിൽ ഇന്ത്യൻ സേന കിഴക്കൻ പാകിസ്ഥാനിൽ പ്രവേശിച്ച് പാകിസ്ഥാൻ സൈന്യത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തു. 1972 മുജിബുർ റഹ്മാൻ ബംഗ്ലാദേശിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ബംഗ്ലാദേശ് രാജ്യം നിലവിൽ വരികയും ചെയ്തു. ക്ലിയർ ആണ്? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. അടുത്ത അവസാന രീതിയിലേക്ക് നമ്മൾ പോവാണ്. ഈ 1971 യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഒപ്പുവെച്ച ഉടമ്പടി ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭുട്ടോയും 1972 സിംല കരാറിൽ ഒപ്പുവെച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിച്ചു. അപ്പൊ സിംല കരാറിൽ ഒപ്പുവെച്ചുകൊണ്ട് യുദ്ധം അവസാനിച്ചു. 1965 യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി താഷ്കന്റ് കരാർ. എന്നാൽ 1962 ഇന്ത്യ ചൈന യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി പഠിച്ചില്ലല്ലോ എന്നൊരു കൺഫ്യൂഷൻ വരരുത്. അവിടെ നമ്മൾ പറഞ്ഞു ചൈന ഏകപക്ഷീയമായി യുദ്ധം അവസാനിപ്പിച്ചു. അതുകൊണ്ട് ഉടമ്പടിയുടെ ആവശ്യമുണ്ടോ? ഇല്ല. മനസ്സിലായോ? കാർഗിൽ യുദ്ധം 1999. 1999 മെയ് മാസം മുതൽ ജൂൺ വരെ ഏകദേശം 2.5 മാസക്കാലമായിരുന്നു കാർഗിൽ യുദ്ധം നടന്നത്. അന്തിമമായ വിജയം പ്രഖ്യാപിക്കുന്നത് ജൂലൈ 26-നാണ് വിജയ ദിവസമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. എങ്കിലും പ്രധാന യുദ്ധം നടന്നത് മെയ് മുതൽ ജൂൺ വരെ എന്നാണ് കണക്കാക്കുക. പാകിസ്ഥാൻ പട്ടാളത്തിന്റെ സഹായത്തോടു കൂടി തീവ്രവാദികൾ
അതിർത്തി നിയന്ത്രണ രേഖ ലംഘിച്ച് കാർഗിൽ മേഖലയിൽ നുഴഞ്ഞു കയറി. ഈ നുഴഞ്ഞുകയറ്റം അവസാനിപ്പിച്ചുകൊണ്ട് തിരിച്ചടിക്കുകയായിരുന്നു ഇന്ത്യ ചെയ്തത്. പാകിസ്ഥാൻ പട്ടാളവും മുജാഹിദ്ദീൻ തീവ്രവാദികളും പിടിച്ചെടുത്ത കാർഗിൽ മേഖല ഇന്ത്യൻ പട്ടാളം തിരിച്ചുപിടിച്ചു. ഇത് ഓപ്പറേഷൻ വിജയ് എന്നാണ് അറിയപ്പെടുക. വിജയ് ദിവസമായി കണക്കാക്കുന്നത് ജൂലൈ 26-ാം തീയതിയും. വിജയ് ദിവസമായി കണക്കാക്കുന്നതാണ് ജൂലൈ 26. അന്തിമമായി ഇത് അവസാനിച്ചതായി പ്രഖ്യാപിക്കപ്പെടുന്നത് ജൂലൈ 26. ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇടപെട്ടു. ഇന്ത്യ പിടിച്ചെടുത്ത ഭൂപ്രദേശം തിരിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. ഇന്ത്യ മൈൻഡ് ചെയ്തില്ല. അപ്പോ കാർഗിൽ യുദ്ധം 1999 1999 മെയ് മുതൽ ജൂൺ വരെ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ സഹായത്തോടുകൂടി തീവ്രവാദികൾ അതിർത്തി നിയന്ത്രണ രേഖ ലംഘിച്ച കാർഗിൽ മേഖലയിൽ നുഴഞ്ഞു കയറി. പാകിസ്ഥാൻ പട്ടാളവും മുജാഹിദ്ദീൻ തീവ്രവാദികളും പിടിച്ചെടുത്ത കാർഗിൽ മേഖല ഇന്ത്യൻ പട്ടാളം തിരിച്ചു പിടിച്ചു. വിശേഷണം ഓപ്പറേഷൻ വിജയ്. കഴിഞ്ഞു. അപ്പോ സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട 3 യുദ്ധങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പഠിച്ചത്. പൂർണ്ണമായിട്ട് ഒന്ന് റിവിഷൻ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് കഴിയും. ചെറിയൊരു ക്ലാസ്സാണ്. വളരെ ചെറിയ ക്ലാസ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുതകൾ. ഓക്കെ. അപ്പോ ഇന്ത്യ ചൈന യുദ്ധം 1962. 2 കാരണങ്ങൾ. ഒന്ന്, ടിബറ്റൻ പ്രശ്നം. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ സ്വതന്ത്രമായി നിൽക്കാൻ ആഗ്രഹിച്ച ഭൂപ്രദേശമായ ടിബറ്റ് ചൈനയുടേതാണെന്ന് ചൈന വാദിക്കുകയും 1959 ചൈനയെ ടിബറ്റിനെ ആക്രമിച്ച് ചൈനയുടെ പൂർണ്ണ ആധിപത്യത്തിന് കീഴിലാക്കി മാറ്റുകയും ചെയ്തു. 1959 ടിബറ്റൻ ജനതയുടെ ആത്മീയ നേതാവായ ദലൈ ലാമ ഇന്ത്യയിൽ അഭയം നേടി. ഇന്ത്യ അഭയം നൽകിയത് ചൈനയ്ക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ ഒരു ശത്രുതാ മനോഭാവം. 2, അതിർത്തി തർക്കം. ജമ്മു കശ്മീരിൽ വരുന്ന ലഡാക്ക് മേഖലയിലെ അക്സായ് ചിൻ ഭൂപ്രദേശം ചൈനയുടേതാണെന്ന് ചൈന വാദിച്ചു. ഇന്നത്തെ ഇന്ത്യൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശ് പൂർണ്ണമായിട്ടും ചൈനയുടേതാണെന്നും ചൈന വാദിച്ചു. 1962 ഒക്ടോബർ മാസം ചൈന ഏകപക്ഷീയമായി ഒരു മുന്നറിയിപ്പും കൂടാതെ ഇന്ത്യ ആക്രമിച്ചു. 1962 പല ഇന്ത്യൻ ഭൂപ്രദേശങ്ങളും കീഴടക്കുകയും ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ചൈന കടന്നു കയറിയ ഭൂപ്രദേശത്തെ ഇന്ത്യ അതിർത്തിയായി കണക്കാക്കിയിട്ടില്ല, മറിച്ച് സൈനിക അതിർത്തിയായിട്ട് കണക്കാക്കുന്നു. അതിനെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്നാണ് വിളിക്കുക. ഓക്കെ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി സൈനിക അതിർത്തിയാണ് LOC, ലൈൻ ഓഫ് കൺട്രോൾ എന്നറിയപ്പെടുക. ഇത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ കേട്ടോ. ആ സമയത്തെ പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോനായിരുന്നു അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം പ്രതിരോധ മന്ത്രി പദം രാജിവെച്ചു. അവിടെ ഉടമ്പടിയില്ല, കാരണം ചൈന ഏകപക്ഷീയമായി യുദ്ധം അവസാനിപ്പിച്ചത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം 1965 ഏപ്രിൽ മാസം ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ വെച്ച്. പിന്നെ റാൻ ഓഫ് കച്ചില് പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചു. പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കാശ്മീർ മേഖലയിൽ ആക്രമണം തുടർന്നു. ഇന്ത്യ തിരിച്ചടിച്ച് ലാഹോർ ഭൂപ്രദേശം മുന്നേറി. ഐക്യരാഷ്ട്രസഭയുടെ യുദ്ധം അവസാനിപ്പിച്ചു. തുടർന്ന് ലാഹോർ വരെ കീഴടക്കിയ ഭൂപ്രദേശങ്ങൾ ഇന്ത്യ പാകിസ്ഥാന് തന്നെ വിട്ടു നൽകി. 1966 ജനുവരി 10 പാക് പ്രസിഡന്റ് ജനറൽ അയൂബ് ഖാനും ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും സോവിയറ്റ് യൂണിയന്റെ മാധ്യസ്ഥതയിൽ താഷ്കെൻഡിൽ വെച്ച് യുദ്ധവിരാമ കരാറിൽ ഒപ്പുവെച്ചു. ഇത് താഷ്കെൻഡ് കരാർ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യ പാക് യുദ്ധം 1971. എന്തായിരുന്നു കാരണം? കിഴക്കൻ പാകിസ്ഥാൻ അഥവാ ബംഗ്ലാദേശ് രൂപപ്പെട്ട സംഭവ വികാസങ്ങൾ. ആ സംഭവ വികാസങ്ങളാണ് നമ്മളിത് പറയുക. 1970 നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ സുൽഫിക്കർ അലി ഭുട്ടോയുടെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി എന്ത് ചെയ്തു? പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ വിജയിച്ചു. എന്നാൽ അവരെ എതിർത്തിരുന്ന, അവരോട് എതിരാശയമുള്ള ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ നേതൃത്വത്തിലുള്ള അവാമി ലീഗാണ് കിഴക്കൻ പാകിസ്ഥാനിൽ, ഇന്നത്തെ ബംഗ്ലാദേശിൽ വിജയിച്ചത്. പക്ഷേ അവാമി ലീഗിന്റെ വിജയം അംഗീകരിക്കുവാൻ ആര് തയ്യാറായില്ല? സുൽഫിക്കർ അലി ഭുട്ടോ തയ്യാറായില്ല. സൈന്യത്തെ അയച്ച് അതിശക്തമായി അടിച്ചമർത്താൻ തീരുമാനിച്ചു. തുടർന്ന് കിഴക്കൻ പാകിസ്ഥാനിലെ ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചു. 80 ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് പ്രവേശിച്ചു. കിഴക്കൻ പാകിസ്ഥാന്റെ വിമോചനത്തിന് വേണ്ടി ഇന്ത്യ ഇടപെടണമെന്ന് ജയപ്രകാശ് നാരായണൻ ആവശ്യപ്പെടുകയും അതുപ്രകാരം 1971 ഡിസംബറിൽ ഇന്ത്യൻ സേന കിഴക്കൻ പാകിസ്ഥാനിൽ പ്രവേശിച്ച് ജനങ്ങളെ ദ്രോഹിച്ച, ജനങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ച, അവാമി ലീഗിനെ അടിച്ചമർത്താൻ ശ്രമിച്ച പാകിസ്ഥാൻ സൈന്യത്തെ പരാജയപ്പെടുത്തി. തുടർന്ന് 1972 ഇന്ത്യയുടെ സഹായത്തോടു കൂടി അവാമി ലീഗിന്റെ തലവനായ മുജിബുർ റഹ്മാൻ ബംഗ്ലാദേശിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ബംഗ്ലാദേശ് എന്ന പരമാധികാര രാജ്യം, സ്വതന്ത്ര രാജ്യം നിലവിൽ വന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭുട്ടോയും 1972 സിംല കരാറിൽ ഒപ്പുവെച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിച്ചു. കാർഗിൽ യുദ്ധം 1999 മെയ് മുതൽ ജൂൺ വരെയായിരുന്നു. പാകിസ്ഥാൻ പട്ടാളത്തിന്റെ സഹായത്തോടുകൂടി തീവ്രവാദികൾ അതിർത്തി നിയന്ത്രണ മേഖല ലംഘിച്ച്
കാർഗിൽ മേഖലയിൽ നുഴഞ്ഞു കയറി. പാകിസ്ഥാൻ പട്ടാളവും മുജാഹിദ്ദീൻ തീവ്രവാദികളും പിടിച്ചെടുത്ത കാർഗിൽ ഭൂപ്രദേശം ഇന്ത്യൻ പട്ടാളം തിരിച്ചുപിടിച്ചു. ഇത് ഓപ്പറേഷൻ വിജയ് എന്നാണ് അറിയപ്പെടുന്നത്. വിജയ് ദിവസമായി കണക്കാക്കുന്നത് ജൂലൈ 26. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട സിലബസ് സമ്പൂർണ്ണമായി പഠിച്ചു കഴിഞ്ഞു. കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോവുക, കൃത്യമായി റിവിഷൻ ചെയ്യുക. ബി ഹാപ്പി ഓൾവേസ്.